തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ഈ ഏലിയാവിൻ്റെ പുറകെ നടന്ന ഒരാളാണ്. എലൈഷ സാസ് ഫോർ റിസീവ്ഡ് എ ഡബിൾ പോർഷൻ ഓഫ് എലൈജാസ് അനോയിൻറ്റിങ്. ഏലിയാവിൻ്റെ പുറകെ നടന്ന് പറഞ്ഞ് നിന്നെ അവൻ്റെ കൃപ കണ്ടതാണ്. ഒരുത്തൻ്റെ കൃപ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം ഈ നിനക്ക് തോന്നും, നിനക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നും, നീ ചുമ്മാ പോയി നിന്നെ തകർക്കുന്നവനെ നശിപ്പിക്കുന്നവനെ നിനക്ക് ദുർബുദ്ധി പറഞ്ഞു തന്ന് നിന്നെ മുന്നോട്ട് വളർത്താതിരിക്കാൻ ശ്രമിക്കുന്നവൻ്റെ കൂടെ കൂടരുത്. അത് നീ തകർന്നു പോകും. അതുകൊണ്ട് പക്ഷേ എലീശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞത്. യു നീഡ് ഗുഡ് മെന്റേഴ്സ് ഹു ഹാവ് ബീൻ വേർ യു വാണ്ട് ടു ഗോ. നിനക്ക് നല്ല ബുദ്ധിയും നല്ല ഉപദേശവും പറഞ്ഞു തരുന്നവർ വേണം നിനക്ക്. ഗെറ്റ് അറൗണ്ട് ഡ്രീമേഴ്സ്. ചുമ്മാ ആവശ്യമില്ലാതെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒത്തിരി എണ്ണം കാണും, നിന്നെ ദുരുപയോഗം ചെയ്യാനും നിന്നെ ദുഷിപ്പിക്കാനും. കണക്ട് വിത്ത് പീപ്പിൾ ഹു ആർ മോർ ടാലന്റഡ്. ബുദ്ധിയുള്ളവൻ, ദൈവകൃപയുള്ളവൻ, കഴിവുള്ളവൻ, അത് നോക്കിയോണം. അപ്രകാരമുള്ള എല്ലാ തരത്തിലും ദൈവമുള്ളവനായിരുന്നു ഇതെല്ലാം ഉള്ളത്. അല്ലാത്തവൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അങ്ങനെയുള്ളവനെ നീ കണക്ട് ചെയ്യണം. മോർ സക്സസ്ഫുൾ, ജീവിതം വിജയിച്ചവൻ്റെ കൂടെ നിൽക്കണം. ആൻഡ് ഗ്ലെൻ ഫ്രം ദം. അവരിൽ നിന്ന് ഒട്ടി നിന്നവരുടെ അനുഗ്രഹം പ്രാപിച്ചെടുക്കണം. അവനോട് ഒട്ടി നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കണം. അതെങ്ങനെ ഒട്ടിന്ന് അനുഗ്രഹം വാങ്ങി അവൻ്റെ അടിമയൊന്നും ആകണ്ട. നിന്റെ കാര്യം അങ്ങനെ പോയാൽ ഉടനെ അവൻ്റെ അങ്ങ് അടിമയായി, മറ്റേതായി, മറിച്ചായി, അങ്ങ് പ്രയാസമായി, പ്രതികൂലങ്ങളായി, അയ്യോ അവന് വേലക്കാരനാകുമോ, നീ അതൊന്നും തോന്നണ്ട. നീ നിന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നീ കണ്ടുമുട്ടുന്നതിനെ കണ്ടുമുട്ടി നിനക്ക് വളരാൻ ശ്രമിക്കണമെങ്കിൽ നിനക്ക് തന്നെ വളരാനൊക്കെയില്ല. നിന്റെ സ്വപ്നത്തിൽ വളരാനൊക്കെയില്ല. നിനക്ക് തന്നെ നിന്റെ ഒരു ഗ്രൂപ്പിനെ ഒന്നും വളരാനൊക്കെയില്ല. നിനക്ക് വളരണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവമുള്ളവരെ വളരാൻ സാധിക്കും. ദൈവത്താൽ മാത്രമേ ലോകത്തിൽ വളർച്ച ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും തളർച്ചയും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദൃശ്യങ്ങളും ഉണ്ടായി. അതിനെയൊക്കെ ആരതിജീവിക്കുന്നു? അവിടെയെല്ലാം ദൈവമുള്ളവനായി നീ നിന്നാൽ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ എന്തും വന്നോട്ടെ, ഏതും വന്നോട്ടെ, ഏത് പ്രയാസവും വന്നോട്ടെ, പ്രതികൂലങ്ങളെല്ലാം വന്നോട്ടെ, ദൈവത്തിൻ്റെ സന്നിധി നീ ശക്തമായി നിന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നെ എടുത്തുപയോഗിച്ചോളും. അതിൻ്റെ നിന്റെ കൂട്ടുകെട്ട് നീ ശ്രദ്ധിച്ചോളണം. കണ്ണു കാണിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ബുദ്ധിയോടെ ജീവിക്കുവാനുള്ള ദൈവശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ കൂട്ടുകെട്ടുകൾ, അവർ ഇടപെടുന്ന മേഖലകളൊക്കെ ദൈവകൃപയുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജുകൾ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, ആരും നശിച്ചു പോകാൻ ഇടവരരുതേ. എല്ലാവരും അനുഗ്രഹമായിരിക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് എലീശയ്ക്ക് ലഭിച്ചതുപോലെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡബിൾ പോർഷനിൽ അനുഗ്രഹങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.